ഒരു പാമ്പിനെയാണ് നീ നോവിച്ചത്. അതും വെറും പാമ്പല്ല, മൂർഖൻ. അതും വെറും മൂർഖനല്ല, കരിമൂർഖൻ. നമസ്കാരം. നമസ്കാരം. പേരെന്താ? ചത്തബാമ. ഇതെന്താ ഇടുന്നത്? ഇത് ടൈഗർ ബാമ. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ ഫിലമെന്റ് കൊഴിയാറായില്ലേ അമ്മച്ചി? ഇനിയെങ്കിലും വീട്ടിലിരിക്കാൻ നോക്കരുതോ? നല്ല പ്രായമുണ്ടല്ലോ അമ്മച്ചി. ഡൈ ഒക്കെ അടിച്ചിട്ടല്ലേ ഇരിക്കണം. അതിന് കുഴപ്പമൊന്നുമില്ല. നല്ല കറുത്ത ഡൈ അടിച്ചിട്ടുണ്ടല്ലോ. തിയറിയിൽ ഞങ്ങൾക്ക് ഒരു നർത്തകിക്ക് വേണ്ട ലക്ഷണങ്ങളുണ്ട്. കണ്ടോ, ഈ ജനല് കർത്തനെ കിട്ട് മറച്ച് മതിൽ കെട്ടേണ്ട പ്രായം കഴിഞ്ഞില്ലേ? ആരെ കാണിക്കാനും ചായക്കുവാരി പൂശി തേച്ച് പറഞ്ഞ കാക്ക പെറ്റതള്ള കണ്ട സൈക്കിൾ തുടങ്ങിയ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പറഞ്ഞത്? അല്ലെങ്കിൽ നാട്യശാസ്ത്രത്തിൽ എവിടെയാണ് ഈ സൗന്ദര്യത്തെ പറ്റി ഇങ്ങനെ നിറഞ്ഞു? അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞു. മേലാൽ ഇത് ആവർത്തിക്കരുത്. ഈ ഭൂലോകം തന്നെ അവളുടെ കൈവെള്ളയിലാണെന്ന് അവളുടെ വിചാരം. ഇയാള് കണ്ടു കഴിഞ്ഞാല് കാക്കരം നിറം. വാ തുറന്ന തെറിയുടെ പൂരാ. പ്രായമാവുമ്പോഴെങ്കിലും പെണ്ണുങ്ങൾക്ക് ഇത്തിരി പക്വത ഉണ്ടാവണം. മേഡത്തിന്റെ അച്ഛൻ ജീവിച്ചിട്ടുണ്ടോ? ഇല്ല, മരിച്ചുപോയി. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ബലിയിടാറുണ്ടോ? ഉണ്ടല്ലോ. ആ പെണ്ണുപിള്ളിക്ക് പ്രാന്താണ് സാറേ. അവര് മുന്നിൽ നിന്നാലും പിന്നിൽ നിന്നാലും ശകുനപ്പിഴയാ. ബലിയിടുമ്പോ കറുത്ത കാക്കയല്ലേ വന്ന് കഴിച്ചിട്ട് പോകുന്നത്? അയ്യോ, അത് നിങ്ങളെ പോലുള്ള ലോക്കൽസിനാ. നമ്മള് വെളുത്ത ആൾക്കാരല്ലേ. അപ്പൊ ഞാൻ കൊണ്ടുപോയി ഈ പണയിലൊക്കെ കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് വെളുത്ത കൊക്ക് വരും. എന്റെ അച്ഛൻ കൊക്കായിട്ട് വന്നത് കൊത്തി തിന്നും. അടുപ്പിൽ ആസ്ത്രത്തിൽ തന്നെ ഊത്. ഒരു പുരുഷൻ കാലും കവിച്ചു വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കാന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. സ്റ്റേജിൽ ഒരു പുരുഷൻ കയറി മോഹിനിയാട്ടം ചെയ്യുമ്പോ നീ കാലിന്റെ ഇടയിലോട്ടാണോ നീ നോക്കുന്നത്? ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോൽ പെറ്റ തള്ള സഹിക്കില്ല. ഇനി ഇത് പറയാനായിട്ട് നാവ് പൊങ്ങരുത്. ആ അമ്മയുടെ മകനാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന കലാഭവൻ മണി എന്ന് പറയുന്ന വലിയ കലാകാരൻ. മണ്ണിന്റെ പാട്ടുകൾ പാടി കാരുണ്യ വിത്തുകൾ പാകി ഒരു ദിനമൊന്നും പറയാതെ വേദന തന്നു മറഞ്ഞ മുത്തേ. നിറം കൊണ്ടല്ല, അദ്ദേഹം കഴിവ് കൊണ്ടാണ് അദ്ദേഹം ഉന്നതങ്ങളിലെത്തിയത്. അന്നു തൊട്ടേ ഇന്നോളം ഞങ്ങളുടെ നെഞ്ചിനകത്തൊരു വിങ്ങലല്ലോ. ആരും കാണാ ദൂരത്താണെങ്കിൽ മുഖം ഞങ്ങളിൽ മായില്ലല്ലോ.